ലൂസിഫർ 2 എമ്പുരാൻ മലയാളത്തിലെ ചെറിയ വലിയ സിനിമ. അത് എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഈ വരുന്ന മാർച്ച് 27-ാം തീയതി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലാണ് എമ്പുരാൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, പാൻ ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളും ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എനിക്ക് 36 ക്യാരക്ടേഴ്സിൻ്റെ ഒരു പോസ്റ്റർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലെ രണ്ടാമത്തെ ക്യാരക്ടർ സയ്യിദ് മസൂദിൻ്റെ പോസ്റ്റർ ഇന്ന് റിലീസായിട്ടുണ്ട്. ഇതിലെ മൂന്നാമത്തെ ക്യാരക്ടറിൻ്റെ പോസ്റ്റർ, അതായത് വില്ലൻ ക്യാരക്ടറിൻ്റെ പോസ്റ്ററായിട്ട് നമുക്കൊരു അഭിമന്യു സിംഗിൻ്റെ ബൽറാം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പോസ്റ്ററാണ് റിവീൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ഇതിലെ വില്ലൻ ആരായിരിക്കും എന്നുള്ളതായിരുന്നു. അതിൽ ഒരുപാട് ഊഹാപോഹങ്ങൾ ഏറുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര്, ഇപ്പോൾ ഫാൻസുകാരാണെങ്കിലും അതുപോലെ തന്നെ സിനിമാ നിരീക്ഷകരാണെങ്കിലും ഒരുപാട് പേർക്ക് ഓരോ ഊഹാപോഹങ്ങളുണ്ടായിരുന്നു. ഇന്ന വ്യക്തിയായിരിക്കും വില്ലൻ എന്നുള്ളത്. കാര്യം നമുക്കൊരു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ആശീർവാദ് സിനിമയുടെ ഒപ്പം ലൈക്ക പ്രൊഡക്ഷനോട് ചേർന്ന് ഒരു ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അതിൻ്റെ ടീസർ തന്നെ അതിൻ്റെ ഒരു തെളിവ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ മുരളി ഗോപിയുടെ കഥയിൽ വരുമ്പോൾ വലിയൊരു സിനിമയാണ്. അതായത് നമുക്കറിയാം, ലൂസിഫർ കണ്ടത് ഒരു ചെറിയ ഒരു ഇതാണെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് എന്നുള്ളത് ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പൃഥ്വിരാജ് എല്ലായിടത്തും പറയുന്ന പോലെ ഇതൊരു ചെറിയ സിനിമയാണെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എളിമയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും എമ്പുരാനിലെ ക്യാരക്ടറിലെ ആ വില്ലൻ ആരായിരിക്കും എന്നുള്ളതാണ് ഏറെ ആകാംക്ഷ. അതിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ ആ ഒരു ക്യാരക്ടർ പോസ്റ്റ് വന്നപ്പോൾ അതിൽ വില്ലനായിട്ട് നമ്മുടെ സാക്ഷാൽ SRK വരുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു പൃഥ്വിരാജിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഉണ്ട്. അതായത് ഷാറുഖ് ഖാൻ്റെ റൂമിൻ്റെ വെളിയിൽ അദ്ദേഹം നിൽക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അത് എമ്പുരാനിൽ വരുന്നു എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെ ഓരോ ഊഹാപോഹങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും പ്രതീക്ഷിച്ചത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. നമുക്കറിയാം, ഈ ഒരു പോസ്റ്റർ കാണിച്ചിരുന്നു. ഒരു വൈറ്റ് ഷർട്ടിട്ട് ഡ്രാഗണിൻ്റെ പോസ്റ്ററൊക്കെ ഇട്ട് തിരിഞ്ഞിരിക്കുന്നൊരു ഫോട്ടോ. അപ്പോൾ അതിൽ വില്ലൻ ആരായിരിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആകാംക്ഷ. അതിൽ ഇപ്പോൾ SRK വന്നിട്ടുണ്ട്, നമ്മുടെ സ്വന്തം കൊറിയൻ ഡോൺലി വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഏറ്റവും അവസാനം വന്നത് എല്ലാവരുടെയും ഒരു നിരീക്ഷ പാഠവും വെച്ചിട്ട് അവസാനം വന്നത് നമുക്കറിയാം ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞ സീരീസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സീരീസാണ്. അപ്പോൾ ആ ഒരു സീരീസിലെ ആൻറ്റോഗണിസ്റ്റ് റോൾ കൈകാര്യം ചെയ്ത് മറ്റാരുമല്ല ജിയാൻ കാർലോ ആണ്. അദ്ദേഹത്തിൻ്റെ ഗൂസ്പ്രിംഗ് എന്ന് പറഞ്ഞ കഥാപാത്രം ഒരുപാട് കൈയടിയേണ്ട കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹമായിരിക്കും ആ ഒരു ക്യാരക്ടർ, അതായത് തിരിഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരിക്കും എന്നുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു ഊഹം എന്ന് പറയുന്നത് IP മാനിലെ ആ ഒരു കഥാപാത്രം, IP മാനായിട്ട് കഥാപാത്രം ചെയ്ത വ്യക്തിയായിരിക്കും എന്നുള്ളതും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഊഹാപോഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും വന്നത് ഈ പറഞ്ഞ ജിയാൻ കാർലോ ആയിരിക്കും ആ ഒരു മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. അതിന് മുമ്പ് തന്നെ എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ ആരോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ US ബോസ്റ്റണിൽ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മോഹൻലാലും ജിയാൻ കാർലോയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് വില്ലൻ എന്ന് പറഞ്ഞ് ഒരാൾ ഒരു നോട്ട് പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, ഇത് സിനിമ ഒരുപാട് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അമേരിക്കയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും സസ്പെൻസ് ആയിരിക്കും. കാരണം പൃഥ്വിരാജ് ആയതുകൊണ്ട് അതെന്തായാലും സസ്പെൻസ് ആയിരിക്കും. നമുക്കറിയാം, ലൂസിഫറിലേക്ക് വരികയാണെങ്കിൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിച്ചത് ഖുറേഷി അബ്രഹാം എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു ടൈലൻ സീൻ തന്നെയായിരുന്നു. ആരാണ് അബ്രഹാം ഖുറേഷി, അല്ലെ ഖുറേഷി അബ്രഹാം, ഖുറേഷിയുടെ ആ ഗ്യാങ് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ കൊണ്ടാണ് നമ്മൾ എമ്പുരാനിലേക്ക് വന്നത്. ഇനി എമ്പുരാനിൽ L3 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ L3യിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ L2ൻ്റെ ടൈലൻറ്റിൽ ഒരു സംഭവം വേണമല്ലോ, എന്നാലേ L3യിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ KGF ചാപ്റ്റർ 2 വന്നതിന് ശേഷം KGF ചാപ്റ്റർ 3യിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ ആ ഒരു ചാപ്റ്റർ 2ലെ ഒരു ടൈലൻ സീൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് എമ്പുരാൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനാണ് ഒരുപാട് സസ്പെൻസ് താരങ്ങൾ, പല താരങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഈ ഒരു 36 ക്യാരക്ടർ പോസ്റ്ററിൽ കാണിക്കാൻ പറ്റത്തില്ല. അപ്പം അത് കാണുന്ന ഓഡിയൻസിന് ഊഹിക്കാം ഇയാളായിരിക്കും വില്ലൻ എന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒബ്വിയസ്ലി പൃഥ്വിരാജ് മറച്ചു വെച്ചിരിക്കും. എന്തായാലും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിലെ മെഗാ വില്ലൻ ആരാണ് എന്നുള്ളത് ഇപ്പോഴും സസ്പെൻസ് തന്നെയാണ്. ഇപ്പം പറയുന്ന പോലെ നമ്മുടെ ജിയാൻ കാർലോ ഒക്കെ വരികയാണെങ്കിൽ ഒരു രക്ഷയില്ലായിരിക്കും. അതുമല്ല, നമ്മുടെ ഡോൺലി തന്നെ വന്നുവാണെങ്കിൽ തന്നെ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും. ഈ പറഞ്ഞ L2 എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ടൈലൻറ്റിൽ എന്തായാലും ഒരു വലിയൊരു സംഭവം വെച്ചിട്ടുണ്ടായിരിക്കും. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ അഭിമന്യു സിംഗിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ടീസറിൽ കണ്ടത്, അതായത് സയ്യിദ് മസൂദിനെ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഖുറേഷി അബ്രഹാം ഒരു സേവ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്, റയോട്ട് സീനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റയോട്ട് സീനിൽ ഈ അഭിമന്യു സിംഗ് തോക്ക് പിടിച്ച് നടന്നു വരുന്ന സീനുണ്ട്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ പോസ്റ്ററും ആ ഗണ്ണ് കാണിക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് രക്ഷിക്കുന്ന ആളായിരിക്കും നമ്മുടെ ഖുറേഷി അബ്രഹാം സയ്യിദ് മസൂദിനെ രക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ വില്ലൻ ഒരിക്കലും അഭിമന്യു സിംഗ് ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ആരാണ് മെയിൻ വില്ലൻ എന്നുള്ളത് കണ്ടു തന്നെ അറിയിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഈ ഒരു L2 എമ്പുരാനിലെ മെയിൻ വില്ലൻ ആരാകുമെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.